Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. കഴിച്ചു എല്ലാവരും ഉറക്കം കഴിച്ചു, വരുന്നുണ്ടോ? ma'am. കഴിച്ചു. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫിഫ്റ്റീൻ വരെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? ഇനി 16 തൊട്ടല്ലേ എടുക്കേണ്ടത്? നോക്കിക്കോളൂ. 16th വൺ എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താ? ചാപ്റ്റർ ഏതാണ്? ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? സർജറിയില് വരുന്ന ഇൻഫെക്ഷൻ അല്ലെ, സർജറി ചെയ്ത് കഴിയുമ്പോ ആ മുറിവുണ്ടാകുന്ന ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയെല്ലാം അവിടെ ഇൻഫെക്ഷൻ വരാം? ചിലപ്പോ എന്താണ്, സ്റ്റെറിലൈസേഷൻ എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ അവിടെ പേഷ്യൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാത്തത് കൊണ്ടാവാം ഇങ്ങനെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? അപ്പോ നമ്മളിവിടെ നോക്കുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ month divided by number of surgeries performed in that month into 100. അറിയാലോ, ഫോർമുല വായിച്ചപ്പോ മനസ്സിലായില്ലേ? എന്താണ്, ഒരു മന്തില് എന്താണ് സർജറി ചെയ്തപ്പോ ഇൻഫെക്ഷൻ ഉണ്ടായ രോഗികളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എന്താണ് അവിടെ ആ മന്തില് സർജറിക്ക് വിധേയമായ ആളുകളുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് നമുക്ക് അവിടെ ലഭിക്കുന്നു. ഓക്കെ ആണോ? ഫോർമുല ഒന്നുകൂടി പറയണോ? എന്താ പറഞ്ഞത് ഫോർമുല? നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്തില് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സർജറി ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടായ രോഗികളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. എന്താണ്, ആ മന്തില് സർജറിക്ക് വിധേയമായ രോഗികളുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആയോ ഫോർമുല? ഇനി 17th വൺ നോക്കിയേ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഇവിടെ കംപ്ലൈൻസ് ഉദ്ദേശിക്കുന്നത് പാലിക്കുക. കംപ്ലൈൻസ് മീൻസ് പാലിക്കുക എന്നാണ് അവിടെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ് divided by total number of hand hygiene opportunities into 100. എന്താണ് ഓപ്പർച്യൂണിറ്റീസ്? ഓപ്പർച്യൂണിറ്റീസ് മീൻസ് എന്താ? അവസരങ്ങൾ കേട്ടോ. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ. ഇവിടെ നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. എന്താണ്? ഹാൻഡ് ഹൈജീൻ ആക്ഷന്റെ പ്രവർത്തനങ്ങളുടെ, ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് ചെയ്ത ആളുകളുടെ, ആ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. ഹാൻഡ് ഹൈജീൻ നടത്താനുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ്, ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് നടത്താനുള്ള അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കിട്ടും. ഇവിടെ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഓക്കെ ആണോ?
16th 17th 16th ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ രണ്ട് ഫോർമുലാസും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ രണ്ട് ഫോർമുലാസും? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 18th വൺ നോക്കിയേ. Percentage of cases who received appropriate prophylactics antibiotics within the specified ടൈം ഫ്രെയിം. എന്താ പറയുന്നത് ഇവിടെ? ഇപ്പോ എന്താണ്, ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേഷ്യൻസ് സർജറി കഴിഞ്ഞ് രോഗനിവാരണവുമായി ബന്ധപ്പെട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ്? സർജറിക്ക് വിധേയമായി അതിനുശേഷം സർജറി കഴിഞ്ഞതിന് ശേഷം രോഗനിവാരണവുമായി ബന്ധപ്പെട്ട് എത്ര പേഷ്യൻസ് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേഷ്യൻസ് സർജറി കഴിഞ്ഞ് രോഗനിവാരണവുമായി ബന്ധപ്പെട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള പെർസെന്റേജ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഓക്കെ ആണോ? അതിന്റെ ഫോർമുല ഒന്ന് നോക്കിയേ. ഓക്കെ, ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactics. Prophylactics എന്ന് പറഞ്ഞാൽ എന്താണ്? Prophylactics എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? എന്തായിരുന്നു? മറന്നുപോയാ? ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. രോഗ നിവാരണം. ഇനി എന്താണ്? പ്രോഫിലാറ്റിക്സ് ആന്റിബയോട്ടിക്സ് divided by number of patients who underwent surgeries in OT into 100. എന്താ പറയുന്നത് അവിടെ? എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? എന്താണ്? number of patients who did receive appropriate prophylactics antibiotics. എന്താണ് പറഞ്ഞത്? രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം divided by number of patients who underwent surgeries in the OT. OT operation theatre സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ into 100. ഓക്കെ ആണോ? ഫോർമുല മനസ്സിലായോ? ഫസ്റ്റ് ഫോർമുല പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactics antibiotics. രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം divided by number of patients who underwent surgeries in the OT. OT-യിൽ സർജറിക്ക് വിധേയമായ, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം into 100. ക്ലിയർ ആയോ? 18th വൺ ഓക്കെ ആണോ? ഓക്കെ, ഇനി 19th വൺ ഒന്ന് നോക്കിയേ. നെക്സ്റ്റ് ആണ് 19th വൺ. Percentage of rescheduling of surgeries. എന്താണ് റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാല്?
റീഷെഡ്യൂളിംഗ് എന്താ മീനിങ് വരുന്നത്? ക്രമീകരണം അല്ലെങ്കിൽ പുനർക്രമീകരിക്കുക എന്നൊക്കെ പറയാം അല്ലെ. ഓക്കെ, അപ്പോ റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞത് പുനർക്രമീകരണം. ഇവിടെ സർജറി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റീഷെഡ്യൂളിംഗ് ചെയ്യാറുണ്ട്. ചിലപ്പോ എന്താണ് ഇപ്പൊ ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എന്താണ് 2 or 3 ആളുകള് സർജറി ചെയ്യാറുണ്ട് അല്ലെ ഒരു ദിവസം. അപ്പൊ അങ്ങനെ സർജറി ചെയ്യുമ്പോ ഒരാൾക്ക് സർജറി ചെയ്യുമ്പോ ചിലപ്പോ എന്താണ് ടൈമിൽ വ്യത്യാസം വരാം. ചിലപ്പോ 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പോ ഇവിടെ പറയുന്നത് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 4 മണിക്കൂർ വരെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം സർജറി ചെയ്യേണ്ട ആളുകൾക്ക് എന്താണ് ചിലപ്പോ മാറ്റി വെക്കാറുണ്ട്. പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്കോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സർജറി മാറ്റി വെക്കും. അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ക്യാൻസൽ അന്നേ ദിവസം ആ സർജറി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അതാണ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് എന്ന് പറയുന്നത്. റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ ആൻഡ് പോസ്റ്റ്പോൺമെന്റ്. പോസ്റ്റ്പോൺമെന്റ് എന്താ? മാറ്റിവെക്കുക കേട്ടോ, മാറ്റിവെക്കുക. ബിയോണ്ട് 4 hours ഓഫ് ദ സർജറി. 4 മണിക്കൂറൊക്കെ ആണെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരെയാണെങ്കിൽ 4 മണിക്കൂർ വരെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. പക്ഷെ എന്താണ് 4 മണിക്കൂറിന് ശേഷം മറ്റൊരാൾക്ക് സർജറി ചെയ്യണമെങ്കിൽ എന്താണ് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോ അത് ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് എന്താണ് പോസ്റ്റ്പോൺമെന്റ് മാറ്റിവെക്കലും ചെയ്യാറുണ്ട്. ക്ലിയർ ആയില്ലേ? റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് ഓക്കെ ആണോ? ഫോർമുലയിലേക്ക് കിടക്കാം. ഇനി എന്താണ് ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് ഇൻടു 100. പഠിക്കാൻ സുഖല്ലേ? എന്താണ് നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്, പുനർക്രമീകരിച്ച എന്താണ് സർജറിയുടെ ടോട്ടൽ നമ്പർ, റീഷെഡ്യൂൾ ചെയ്ത സർജറീസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര കേസുകൾ അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ക്ലിയർ ആയോ? എത്ര കേസുകൾ അവിടെ ഓൾറെഡി സർജറിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, അതിൽ നിന്ന് എന്ത് കണ്ടെത്തണം? പുനർക്രമീകരിച്ചിട്ടുള്ള പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള സർജറിയുടെ കേസ് റേറ്റ് കണ്ടെത്തണം അല്ലെ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് ദ കേസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, എത്ര സർജറി നമ്മൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഓക്കെ ആണോ? 18ഉം 19ഉം ഒന്ന് വായിച്ചു നോക്കിയേ. 18ഉം 19ഉം ഒന്ന് വായിക്കാം കേട്ടോ. അയച്ചു കഴിഞ്ഞോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഇത് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ പഠിക്കുന്നത് എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്.
അപ്പോ അതിനകത്ത് 32 നമുക്ക് പഠിക്കാനുണ്ട്. അത് ഫുള്ള് മിസ് പറഞ്ഞു കഴിഞ്ഞ് തന്നിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മിസ് അടയാളപ്പെടുത്തി തരാം കേട്ടോ. അതൊന്നും കൂടി നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി എക്സാമിന് പോകുമ്പോൾ കേട്ടോ. അല്ലാത്തത് പഠിക്കേണ്ടെന്നല്ല, അല്ലാത്തത് നോക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവരുത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് ഒന്നുകൂടി നല്ല രീതിയിൽ പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ മറ്റുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ കേട്ടോ. ഇനി നെക്സ്റ്റ് പറയട്ടെ. 20th one 20 നോക്കിയേ. 20 നോക്കിയേ. Turn around time for issue for blood or blood components. നിങ്ങള് എന്താണ് ഇപ്പോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ബ്ലഡ് ആവശ്യമായിട്ട് വന്നപ്പോ ബ്ലഡ് ബാങ്കിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കിൽ പോയവരുണ്ടോ? ഉണ്ട്. ഓക്കെ. എന്തായിട്ടാണ് നിങ്ങൾ ബ്ലഡ് ബാങ്കിൽ പോവാറ്? എന്ത് ഡോക്ടർ എന്ത് ഒരു ഇത് തരാറില്ലേ നമുക്ക്? എന്താ തരാറ് ഡോക്ടർ? എന്താ തരുന്നത്? നമ്മ വെറുതെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കിട്ടുമോ അവിടുന്ന്? കിട്ടോ? റിക്വസ്റ്റ് വേണം അല്ലെ? പ്രിസ്ക്രിപ്ഷൻ വേണം. എന്താണ് റിക്വസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും? എന്താ ഡോക്ടേഴ്സ് എഴുതി തരാറ് അതിനകത്ത്? റിക്വസ്റ്റില് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനില് ഗ്രൂപ്പ് എഴുതി തരാറുണ്ട്. പിന്നെ രോഗിയുടെ പേരുണ്ടാവോ? പേഷ്യന്റിന്റെ ഏജ് ഉണ്ടാവും. പിന്നെന്താണ് റിസീവറിന്റെ ബ്ലഡ് ഡീറ്റെയിൽസ്, ബ്ലഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെന്താണ് രോഗിയുടെ രോഗം, അതിൽ രോഗം എന്താണെന്ന് എഴുതുമോ അതിനകത്ത്? രോഗം എന്താണ്, ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ എത്ര ക്വാണ്ടിറ്റിയിൽ ബ്ലഡ് വേണം എന്നുള്ളത് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എന്താണ് റിക്വസ്റ്റ് ഫോമിൽ ഉണ്ടാകുന്നത്. ഇനി റിക്വസ്റ്റ് ഫോം മാത്രം മതിയോ നമുക്ക് ബ്ലഡ് കിട്ടാനായിട്ട്? ഒരു കാര്യം കൂടി വേണമല്ലോ. സാമ്പിള് വേണ്ടേ? രോഗിയുടെ കുറച്ച് സാമ്പിളും കൂടി തന്നുവിടും അല്ലെ? ബ്ലഡിന്റെ സാമ്പിളും കൂടി തന്നുവിടും. എന്തിനു വേണ്ടിയിട്ടാണ് അതിന് സാമ്പിൾ തരുന്നത്? എന്തിനു വേണ്ടിട്ടാ? മാച്ച് ആണോ നോക്കാനായിട്ട്, ക്രോസ് മാച്ച് ചെയ്ത് നോക്കാനല്ലേ? ബ്ലഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണൻസ് ഒക്കെ ക്രോസ് മാച്ച് ചെയ്ത് മാച്ച് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? സാമ്പിൾ തരുന്നത്. അപ്പോ നമ്മൾ എന്താണ് ഇതിൽ പറയുന്നത്? ഡോക്ടേഴ്സ് നമുക്കൊരു റിക്വസ്റ്റഡ് ഫോം തരും. അതിനകത്ത് രോഗിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്ത് രോഗിയുടെ രോഗം, അതുപോലെ ബ്ലഡ് ഗ്രൂപ്പുകള്, അതുപോലെ എന്താണ് രോഗം എന്താണ്, എത്ര ക്വാണ്ടിറ്റിയിൽ ബ്ലഡ് വേണം എന്നൊക്കെ ആ റിക്വസ്റ്റഡ് ഫോമിൽ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ കൂടെ എന്തുണ്ടാവും? ബ്ലഡിന്റെ സാമ്പിൾസും കൂടി നമുക്ക് തരും. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രോസ് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ സെയിം ആണോ മാച്ച് ആണോ ആ രോഗിക്ക് കൊടുക്കുന്ന ബ്ലഡ് എന്ന് നോക്കാനായിട്ട്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ. Time taken to be calculated from the time the request is received in the blood bank till the blood is cross-matched or reserved and available for transfusion. അല്ലെ? നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ് റിക്വസ്റ്റഡ് ഫോം ആ ബ്ലഡ് ബാങ്കിൽ അവർ റിസീവ് ചെയ്തെടുത്തു. ആ റിസീവ് ചെയ്യുന്നത് മുതൽ നമ്മൾക്ക് എന്താണ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ചെയ്ത് നോക്കുന്നത് വരെയുള്ള ആ ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? റിക്വസ്റ്റഡ് ഫോം, ഡോക്ടർ തന്ന റിക്വസ്റ്റഡ് ഫോം ആ ബ്ലഡ് ബാങ്കിൽ അവർ റിസീവ് ചെയ്യുന്നത് മുതൽ ക്രോസ് മാച്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ തരാനുള്ള, ക്രോസ് മാച്ച് ചെയ്ത ബ്ലഡ് നമ്മുടെ കയ്യിലേക്ക് തരണ്ടേ, ആ തരാനുള്ള ടൈം, ആ ടൈം ഗ്യാപ്പ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്താണെന്നുള്ളത് ഫോർമുല പറയട്ടെ.
ഓക്കെ, ഫോർമുല എന്താണ്? സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched or. ഇവിടെ ഡിവൈഡഡ് അല്ല കേട്ടോ, ഓർ എന്നുള്ള അർത്ഥമാണ് ഇവിടെ കേട്ടോ. ഓക്കെ, സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched or reserved. വായിക്കുമ്പോ അങ്ങനെ കറക്റ്റ് ആക്കി വായിക്കണം കേട്ടോ. രണ്ട് ഡിവൈഡഡ് ബൈ ഇല്ല, അവിടെ ഓർ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ അത്രയും വരെ? ഇനി എന്താണ്? സം ഓഫ് ദ ടൈം ടേക്കൺ അല്ലെ, നമ്മുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ടൈം, അവിടെ തരാൻ വേണ്ടി ടൈം എടുക്കുന്നില്ലേ അവര്, ആ ടൈമിന്റെ ആകെ തുക, അതാണ് സം ഓഫ് ടൈം ടേക്കൺ. നമ്മുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ആ ടൈമിന്റെ ആകെ തുക. മനസ്സിലായോ? നമ്മുടെ കയ്യില് തരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched. എന്താണ്? ക്രോസ് മാച്ച് ചെയ്ത് ആ ബ്ലഡ് അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് കുറെ എന്താണ് കുറെ കാര്യങ്ങൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കില്ലേ, അതിന്റെ ടോട്ടൽ നമ്പർ. ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? general time for issue of blood and blood components റേറ്റ് നമുക്ക് അവിടെ കിട്ടുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫോർമുലയിൽ എന്താ പറഞ്ഞത്? സം ഓഫ് ടൈം ടേക്കൺ എന്താ പറഞ്ഞത്? നമ്മുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് ആ ബ്ലഡ് മാച്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കാറുണ്ട്. ആ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും ടോട്ടൽ നമ്പർ. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് വരുന്നുണ്ടോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ 21. nurse patient ratio for ICUs and wards. നമ്മൾ പഠിച്ചിട്ടുള്ളത് ICUല് എന്താണ്? nurse patient ratio റേറ്റ് എന്താണ്? 1:1 ഉണ്ട്, 1:2 ഉണ്ട് അല്ലെ. ഒരു നഴ്സിന് ഒരു പേഷ്യന്റ്, അതുപോലെ ഒരു നഴ്സിന് 2 പേഷ്യന്റ് എന്ന നിലയിലാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്സിൽ അല്ലെ, ജനറൽ വാർഡ്സിൽ എങ്ങനെയാണ് റേഷ്യോ കണക്കാക്കുന്നത്? ജനറൽ വാർഡ്സ് ആവുമ്പോ എങ്ങനെയാണ്? റേറ്റ് അറിയോ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 1:6. അതുപോലെ സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ആവുമ്പോഴോ? സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് 1:4. വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. ഓക്കെയാണ്, നല്ല പിള്ളേരാണല്ലോ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയേ, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എങ്ങനെയാണ് വാർഡിലെയും ഐസിയുലെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ. നമുക്കറിയാം എന്താണ്, ഐസിയുലൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ കിടക്കുന്നത്. അപ്പൊ അവിടെയുള്ള എല്ലാ രോഗികളെയും നോക്കേണ്ട കടമ ആരുടേതാണ്? അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടിയുള്ള സ്റ്റാഫിന്റേതാണ്. ഇപ്പൊ ഐസിയുല് 5 പേഷ്യൻസ് ആണ് ഉള്ളതെങ്കിൽ എന്താണ്, അവരെ മൊത്തം നോക്കേണ്ട കടമ ആരുടെയാണ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റേതാണ്. അപ്പോ അവിടെയുള്ള സ്റ്റാഫിന്റെ ടോട്ടൽ നമ്പർ അല്ലെ, number of nursing staff, അവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് occupied bed. occupied എന്ന് പറഞ്ഞാൽ എന്താണ്? കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡുകള്, കൈവശപ്പെടുത്തിയിട്ടുള്ള രോഗികളുടെ ടോട്ടൽ നമ്പർ, അല്ലെങ്കിൽ എന്താണ്? ബെഡുകളുടെ എണ്ണം. മനസ്സിലായോ? പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് മനസ്സിലായോ? എത്ര ബെഡ് ഉണ്ട്, എത്ര രോഗികളാണ് അവിടെ കിടക്കുന്നത്, അവരുടെ ടോട്ടൽ എണ്ണമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞാല്. ഓക്കെ ആണോ? പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ ടോട്ടൽ നമ്പർ. 5 പേഷ്യൻസ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ എത്രയാണ് അവിടെ എഴുതുന്നത്? ടോട്ടൽ നമ്പർ എഴുതാം, 5 എന്നല്ലേ എഴുതാം. അങ്ങനെയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ്
നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, ടോട്ടൽ നമ്പർ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര ബെഡ് ആണോ പേഷ്യൻസ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ടോട്ടൽ നമ്പർ. കിട്ടിയോ? അത് മനസ്സിലായോ? സിമ്പിൾ അല്ലേ ആ ഫോർമുല? ഓക്കെ അല്ലേ? ആ 20th 21 ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ ആണ്. ഇനി 22 നോക്കി. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ആരാണ് ഔട്ട് പേഷ്യന്റ്? പഠിച്ചതാണല്ലോ നമ്മള്. ഔട്ട് പേഷ്യന്റ് ആരാ? OP അല്ലെ? OP പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യന്റ്. അവരെങ്ങനെയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്? അതിന്റെ പ്രോസസ് ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ്? പഠിച്ചിട്ടില്ല അതിന്റെ പ്രോസസ് നമ്മള്? അഡ്മിറ്റ് അല്ലാത്തവരാണ്. ഓക്കെ. എങ്ങനെയാണ് ഡോക്ടർ? എങ്ങനെയാണ് OP പേഷ്യന്റ്? ടോക്കൺ എടുത്ത് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യും. ടോക്കൺ എടുത്ത് കുറച്ച് ടൈം ഡോക്ടറെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഡോക്ടറെ കാണും. പിന്നെ എന്ത് ചെയ്യും? മരുന്ന് വാങ്ങാനായിട്ട് ടോക്കൺ എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അതിനുശേഷം മരുന്ന് വാങ്ങിക്കാനായിട്ട് ടോക്കൺ എടുത്തിട്ട് അതിന് വെയിറ്റ് ചെയ്ത് മരുന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നു. ക്ലിയർ അല്ലേ? എക്സിറ്റ് ആയി പോകുന്നു. ഓക്കെ. നോക്കിയേ. വെയിറ്റിംഗ് ടൈം ഈസ് ദ ലെങ്ത് ഓഫ് ദ ടൈം which one should wait in order for a specific action to happen after that action is called for or mandated. Waiting time for outpatient consultation is the time from which patient has come to the respected outpatient department till the time that respected consultant begins the assessment. എന്താ പറയുന്നത്? നമ്മളിങ്ങനെ ഔട്ട്പേഷ്യന്റുമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പേഷ്യന്റ് ആണെങ്കിൽ കൺസൾട്ടേഷന് വെയിറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് അല്ലെ? രണ്ട് തരത്തിലാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാറ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യാറ്? പറഞ്ഞല്ലോ, നമ്മൾ പ്രോസസ്സ് പറഞ്ഞില്ലേ? രണ്ട് രീതിയിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ലേ അവര്? എന്തിനാണ്? എന്താണ്? ലാബ് റിസൾട്ടിനല്ല. എന്താണ്? നമ്മള് ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കാറുണ്ട് നമ്മള്. അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ എന്താണ്? കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനിരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മെഡിസിൻ വാങ്ങിക്കുമ്പോൾ ടോക്കൺ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാറില്ലേ നമ്മള്? രണ്ട് രീതിയിലാണ് ഇവിടെ വെയിറ്റിംഗ് ടൈം പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ?
എന്താണ് ഔട്ട് പേഷ്യന്റ് ആകുമ്പോ എങ്ങനെയാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം കണക്കാക്കുന്നത്, അല്ലെങ്കിൽ വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് രീതിയിൽ നമ്മൾ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് രീതിയിലാണ് അവിടെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യാറ്. എന്താണ്? കൺസൾട്ടേഷൻ, ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറെ കണ്ട ശേഷം എന്താണ് മെഡിസിൻ വാങ്ങിക്കാനായിട്ട് ഡോക്ടറിന്റെ അടുത്തിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ഫാർമസിയിലായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലാണ് ഇവിടെ വെയിറ്റിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവര് പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു രോഗി വന്ന് ആ ഡോക്ടറെ കണ്ട് ഡോക്ടർ പ്രാഥമിക അസസ്മെന്റ് അല്ലെ പ്രാഥമിക വിലയിരുത്തല് നടന്ന് അപ്പോഴേക്കും എന്താണ് ആ ടൈം ഉണ്ടല്ലോ, ആ ടൈം ഗ്യാപ്പ് വരില്ലേ, നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ ആ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തി ഡോക്ടർ നമ്മളെ പ്രാഥമിക അസസ്മെന്റ് നടത്തുന്നു അല്ലെങ്കിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നത് വരെയുള്ള ആ ടൈം ഉണ്ടല്ലോ, ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? ഇവര് പറഞ്ഞിരിക്കുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെത്തി ഡോക്ടറെ കണ്ട് ഡോക്ടർ ആ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. അത് തുടങ്ങി ഡോക്ടർ വന്ന് ആ രോഗിയെ ചികിത്സിക്കുന്ന പ്രാഥമിക വിലയിരുത്തല് നടത്തുന്ന ടൈം വരെയുള്ള ആ ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് ഇവര് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? മനസ്സിലാവാത്തവരുണ്ടോ ഇനി? ഓക്കെ ആണോ? ഓക്കെ, ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. എന്താ പറയുന്നത്? സം ടോട്ടൽ പേഷ്യന്റ് in time for consultation divided by total number of outpatient. Some total patient in time for consultation. Consultation വേണ്ടി പേഷ്യന്റ് എടുത്ത സമയത്തിന്റെ ടൈമിന്റെ ആകെ തുക. Some total patient in time for consultation അല്ലെ? ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് അല്ലെ, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് എടുത്ത സമയത്തിന്റെ ആകെ തുക. ക്ലിയർ ആയോ? ഡിവൈഡഡ് ബൈ അവിടെ എത്ര രോഗികളാണ് ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അവരുടെ ടോട്ടൽ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? എന്താ പറഞ്ഞത് ഫോർമുല? പേഷ്യന്റ് അല്ലെ, പേഷ്യന്റ് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി എടുത്ത ടോട്ടൽ ടൈമിന്റെ ആകെ തുക, ആ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന ഔട്ട് പേഷ്യൻസിന്റെ ആകെ എണ്ണം. ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ. ഓക്കെ, ഇനി 23rd നോക്കിയേ. വെയിറ്റിംഗ് ടൈം ഫോർ, ഇവിടെ എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെയിറ്റിംഗ് ടൈം ആണ് കേട്ടോ, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി നിങ്ങൾ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് ആണ്. നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഈസ് the time from which the patient has come to the diagnostic service till the time that the test is started. എന്താണ്? ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറയുകയാണ് നിങ്ങൾ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് വരണം അല്ലെ? രോഗനിർണയമാണ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, നിങ്ങള് ഡോക്ടർ പറയാണ് നിങ്ങൾ പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് വായോ. തലവേദന എടുത്തിട്ടാണ് ആ രോഗി വന്നത്, അപ്പൊ തലയൊന്ന് പോയി സ്കാൻ ചെയ്യണം, MRI ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ എഴുതി തരാറില്ലേ MRI ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റഡ് ഫോമില് എഴുതി തരും. ഇനി ആ റിക്വസ്റ്റഡ് ഫോം കൊണ്ടുപോയിട്ട് ആ രോഗി എവിടെയാണ് കൊടുക്കുന്നത്? എവിടെ കൊടുക്കും? എവിടെയാ കൊടുക്കാം?
റിക്വസ്റ്റഡ് ഫോം എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കും അല്ലെ. സ്കാനിങ് സെന്റേഴ്സിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോ ഡോക്ടർ എന്താണ്, ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സ്കാൻ ചെയ്യണം, ആ റിക്വസ്റ്റഡ് ഫോം എടുത്തരും. ആ റിക്വസ്റ്റഡ് ഫോം കൊണ്ടുപോയി നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കില്ലേ. ആ കൊടുക്കുന്നത് മുതല് അവര് നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് മുതൽ അവര് നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെയിറ്റിംഗ് ഫോർ സ്കാനിങ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആ ഫോർമുല നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് divided by number of patients reported in diagnostics. എന്താണ്? അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചോ? ഫോർമുലയില് അറിയാൻ പറ്റോ? എന്താ ഫസ്റ്റ് വരുന്നത്? ന്യൂമറേറ്റർ ആയിട്ട് ഫസ്റ്റ് വരുന്നത് എന്താണ്? ഹെഡിങ് തന്നെയല്ലേ? ഇവിടെ ഹെഡിങ് വരുന്നുണ്ടോ? ഇല്ലല്ലേ? എന്താണ്? അവിടെ ഒന്ന് തിരുത്തി എഴുതിക്കോളൂ കേട്ടോ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ്. സം ഓഫ് ടൈം taken for diagnostics. കിട്ടിയില്ലേ? divided by number of patients reported in diagnostics. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്, എത്ര പേഷ്യൻസ് ആണ് അവിടെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ അല്ലെ, റിപ്പോർട്ട് ചെയ്തതിന്റെ ടോട്ടൽ തുക. അതുപോലെ തന്നെ എന്താണ്, എത്ര പേഷ്യൻസ് അവിടെ ഡയഗ്നോസ്റ്റിക്കുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അതിന്റെ ടോട്ടൽ നമ്പർ കിട്ടിയോ? അത് എന്താ പറഞ്ഞത്? ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി എന്താണ് മൊത്തം ടൈം എടുത്തിട്ടുണ്ടാവൂലേ അവര് സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ടോട്ടൽ ടൈം, അതിന്റെ തുക. സം ഓഫ്, മനസ്സിലായോ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്നാണല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി എടുത്ത മൊത്തം ടൈം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ അവരുടെ സ്കാനിങ് അല്ലെ. സ്കാനിങ് ടൈം ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ലേ. ഒരു രോഗി ആ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്ത് ആ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് എന്തായിരുന്നു? ന്യൂമറേറ്റർ എന്തായിരുന്നു? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി എടുത്ത മൊത്തം ടൈം, അതിന്റെ തുക, ടോട്ടൽ തുകയാണ് ടൈമിന്റെ തുക, ഡിവൈഡഡ് ബൈ എന്താണ്? ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി വന്ന മൊത്തം പേഷ്യൻസിന്റെ ആകെ എണ്ണം, ടോട്ടൽ നമ്പർ. ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് വരുന്നുണ്ടോ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി എടുത്ത മൊത്തം ടൈം ഡിവൈഡഡ് ബൈ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി വന്ന നമ്പർ ഓഫ് പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ. കിട്ടിയില്ലേ? അത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ ആണ്. ഇനി എന്താണ് 24 നോക്കിയേ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. നമ്മൾ ടൈമിംഗ് ആണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൂന്ന് ഫോർമുലാസ് നമ്മൾ പഠിച്ചില്ലേ ടൈമിനെ കുറിച്ച്? അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ നിങ്ങള്. അപ്പോ 24th ആണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. The discharge process is considered to have initiated when the consultant formally approves discharge and ends with the patient leaving the clinical unit. എന്താ പറയുന്നത്? ഒരു രോഗിക്ക്
ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുക്കുകയും ആ രോഗി ക്ലിനിക്കൽ യൂണിറ്റ് വിട്ട് എപ്പോ ലെഫ്റ്റ് ആയി പോകുന്നുവോ അല്ലെങ്കിൽ ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്. ഡിസ്ചാർജ് കൊടുത്തതിന് ശേഷം ആ രോഗി അപ്പൊ തന്നെ ഡിസ്ചാർജ് ആയി പോവോ? വീട്ടിലേക്ക് പോവാറുണ്ടോ? ഒരു ഡോക്ടർ അപ്പോ തന്നെ എന്താ കാരണം അങ്ങനെ പോവാതിരിക്കാനായിട്ട്? ഡോക്ടർ പറയണയാണ് നിങ്ങൾ എന്നാ ഡിസ്ചാർജ് ആയി പോക്കോളൂ എന്ന് പറയുമ്പോൾ തന്നെ രോഗി വീട്ടിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഫോർമാലിറ്റീസ് ഉണ്ടല്ലേ, അതിനെ കുറെ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ ഡോക്ടർ പറയുന്നത് കാലത്തായിരിക്കും, ചിലപ്പോ രോഗി പോകുന്നത് എപ്പോഴായിരിക്കും? ഈവനിങ് ആയിരിക്കും അല്ലെ, ബില്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോ രോഗി പോകുന്നത് ചിലപ്പോ രാത്രി അല്ലെങ്കിൽ എന്താണ് ഈവനിങ് ആയിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, ആ ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്തതിന് ശേഷം രോഗി ഈ ക്ലിനിക്കൽ യൂണിറ്റ് വിട്ട് പോകുന്ന ടൈം ഗ്യാപ്പ്, അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ക്ലിയർ ആയില്ലേ? ഡോക്ടർ ഫോർമലി ആയിട്ട് ഡിസ്ചാർജ് കൊടുക്കുകയും അത് തുടങ്ങി രോഗി ഡിസ്ചാർജ് ആയി പോകുന്നത് വരെയുള്ള ആ ക്ലിനിക്കൽ യൂണിറ്റ് വിട്ട് ലെഫ്റ്റ് ആയി പോകുന്നത് വരെയുള്ള അല്ലെങ്കിൽ എന്താണ് ലിവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. എന്താണ്? ഡിസ്ചാർജിന് എടുത്ത ടൈം അല്ലെ, അതിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുന്നവരുണ്ട്, അതിന്റെ ടോട്ടൽ എണ്ണം. ക്ലിയർ ആയോ? മനസ്സിലായോ? അതിന്റെ ഫോർമുല എന്താ പറഞ്ഞത്? ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടോട്ടൽ ആ ടൈമിന്റെ തുക, ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര പേഷ്യൻസ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ. ഓക്കെ, ഇനി എന്താണ് 25th നോക്കി. Percentage of medical records having incomplete and or improper consent. Consent എന്താണ്? കൺസെന്റ് എന്താ? സമ്മതപത്രം അല്ലെ, സമ്മതം. അപ്പോ ഇവിടെ നോക്കിയേ, informed consent is a type of consent is which the healthcare provider has a duty to initiate his or her patient about the procedure, its potential risk and benefit, alternative procedure and treatment with their risks and benefits so as to make the patient able to take an informed decision is for health care. ഇവിടെ ഒരു രോഗി പുതിയതായിട്ട് ഒരു ട്രീറ്റ്മെന്റിന് വരികയാണ്. ട്രീറ്റ്മെന്റിന് വരുമ്പോ ആ രോഗിക്ക് കൊടുക്കുന്ന മരുന്നിന്റെ കാര്യം, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റുകളുടെ കാര്യങ്ങളൊക്കെ ഡോക്ടർ എന്ത് ചെയ്ത് കൊടുക്കണം? രോഗികൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ ഫാമിലീസിനോ റിലേറ്റീവ്സിനോ ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ രോഗിക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാം, ആ സൈഡ് എഫക്ട്സിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ആ സൈഡ് എഫക്ട്സ് മാറാൻ വേണ്ടിയിട്ട് വേറെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫാമിലീസിനോടോ റിലേറ്റീവ്സിനോടോ രോഗിയോടോ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഹോസ്പിറ്റലുകാര്. അതുപോലെ തന്നെ എന്താണ്, ചിലപ്പോ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ ബെനിഫിറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള റിസ്കുകൾ, ഞാൻ പറഞ്ഞില്ലേ സൈഡ് എഫക്ട്സ്, ഇനി ആ സൈഡ് എഫക്ട്സ് മാറാൻ വേണ്ടിയിട്ട് വേറെ ട്രീറ്റ്മെന്റ് എടുക്കാം, അങ്ങനെയുള്ള റിസ്കുകൾ ഉണ്ടാവാം, അതുപോലെ ബെനിഫിറ്റ്സുകൾ കിട്ടാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഡോക്ടേഴ്സ് ഈ രോഗിയോട് പറഞ്ഞിരിക്കണം. അതിന്റെ കൺസെന്റ്, രോഗിയുടെ കൺസെന്റോട് കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷേ എന്താണ്, ഇവിടെ ചില ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രോഗിയോട് പറഞ്ഞു കൊടുക്കാതെയാണ് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് സൈഡ് എഫക്ട്സ്, മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചില രോഗികള് മരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കി എന്റെ ഫോർമുല നോക്കി, കൺസെപ്റ്റ് മനസ്സിലായോ പറഞ്ഞത്?
ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അതിന്റെ ഫോർമുല കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ് ഓർ divided by number of discharge and death into 100. എന്താ പറയുന്നത്? number of medical records having incomplete and or improper consent. അല്ലെ? എന്താണ്? കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്? അല്ലെ? രോഗികളോട് ഞാൻ പറഞ്ഞു എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാതെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അവരുടെ സമ്മതത്തോട് കൂടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റിപ്പോർട്ട്സിൽ വന്നിരിക്കുന്നത്? അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത്. എന്താണ്? ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പല കാരണങ്ങളും പറയാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചില രോഗികൾ ഡിസ്ചാർജ് ആയി പോകുന്നു. അല്ലെങ്കിൽ എന്താണ്, സൈഡ് എഫക്ട്സുകൾ കൊണ്ട് ചില രോഗികള് മരിച്ചു പോകാറുണ്ട്. മനസ്സിലായോ? ഡിസ്ചാർജും ഡെത്തും ഒക്കെയാണോ? അങ്ങനെ ഡിസ്ചാർജ് ആയി പോകുന്നവരുടെ എണ്ണം അതുപോലെ തന്നെ മരിച്ചു പോകുന്നവരുടെ എണ്ണവും തമ്മിലുള്ള ടോട്ടൽ നമ്പർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്, അതിന്റെ റേറ്റ് നമുക്ക് കിട്ടുന്നു. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറയണോ? എന്താ പറഞ്ഞത്? ഓക്കെ അല്ലേ? എന്താണ് ഞാൻ പറഞ്ഞു അല്ലെ, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ രോഗിയോട് പറയാതെയാണ് ഹോസ്പിറ്റലുകാർ ചെയ്യുന്നതെങ്കിൽ അപ്പൊ എന്താണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റിപ്പോർട്ട്സിൽ വന്നിരിക്കുന്നത്? ഓരോ രോഗികളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് അവിടെ അവരെന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അപ്പൊ അവരുടെ സമ്മതം ഉണ്ടാവില്ലല്ലോ അതിനകത്ത്. എന്താണ്, അങ്ങനെയുള്ള കാരണങ്ങളാലല്ല, അവരോടൊന്നും പറഞ്ഞിട്ടില്ല. സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുന്നതിന്റെ കാര്യങ്ങളൊന്നും ഈ രോഗികളോട് പറഞ്ഞിട്ടില്ല. അവരുടെ സമ്മതത്തോട് കൂടിയിട്ടല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങളാൽ, കൃത്യമല്ലാത്ത സമ്മതങ്ങളാൽ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്? ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ കാരണങ്ങൾ പറയാത്തത് കൊണ്ട് ചില രോഗികൾ ഡിസ്ചാർജ് ആയി പോകുന്നവരുണ്ട്. അതുപോലെ കാരണങ്ങൾ അറിയാത്തത് മൂലം മരിച്ചു പോകുന്നവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിലൂടെ മരിച്ചു പോകുന്നവരുണ്ട്. അവരുടെ എല്ലാം ടോട്ടൽ നമ്പർ ഇൻറ്റു 100. യോ മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരെണ്ണം കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 26 നോക്കിയേ. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. സ്റ്റോക്ക് ഔട്ട് എന്താണ്? സ്റ്റോക്ക് ഔട്ട് അവൈലബിൾ അല്ലാത്ത അവസ്ഥ അല്ലെ, അവിടെ കിട്ടാത്ത അവസ്ഥ, സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നത്. A stock out is an event which happened when the item listed as an emergency medications by the organization is not available upon the requested requirement date in the organization. എന്താണ്? എമർജൻസി മെഡിസിൻസിന്റെ സ്റ്റോക്ക് ഔട്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ, സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എമർജൻസി മെഡിസിന്റെ ലിസ്റ്റ് ഉണ്ടാവും അല്ലെ? ഹോസ്പിറ്റൽ ഫോർമുലറി എന്താ? ഹോസ്പിറ്റൽ ഫോർമുലറി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ്? എമർജൻസി മെഡിക്കേഷന്റെ അല്ലെങ്കിൽ മെഡിസിൻസിന്റെ ലിസ്റ്റ് അല്ലെ, പ്രധാനപ്പെട്ട മെഡിസിന്റെ ലിസ്റ്റ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത് അല്ലെ? അറിയോ? അത് പഠിച്ചിട്ടില്ലേ നിങ്ങള്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർമ്മ വരുന്നില്ല. ഓക്കെ ആണ്, പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്, ആ ലിസ്റ്റില് ചിലപ്പോ എന്താണ്, ചിലപ്പോ നോക്കുമ്പോ ആ മെഡിസിൻസ് അല്ലെങ്കിൽ എന്താണ് എമർജൻസി മെഡിസിൻസ് അവൈലബിൾ ആയിരിക്കില്ല, സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടാകും, അവൈലബിൾ ആയിരിക്കില്ല. അതാണ് സ്റ്റോക്ക് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫോർമുല നോക്കാം. എന്താണ് ഫോർമുല? നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ്
divided by number of drugs listed as the emergency drugs in hospital formulary. അവിടെ ഒരു ഇൻറ്റു ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇൻറ്റു 100. എന്താ പറയുന്നത്? എത്ര എമർജൻസി ഡ്രഗ്സ് ആണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ അവിടെ അവൈലബിൾ അല്ലാത്തത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഹോസ്പിറ്റൽ ഫോർമുലറിയില് എന്താണ് എമർജൻസി മെഡിസിനുകൾ ആയിട്ടുള്ളത് എത്ര നമ്പർ ആണ്, എമർജൻസി മെഡിസിനുകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ എമർജൻസി ഡ്രഗ്സ് ആയിട്ടുള്ള ഇതിന്റെ ടോട്ടൽ നമ്പർ എത്ര എണ്ണമാണ്, അതേ ഇൻറ്റു 100. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ് എന്താണ്, എത്ര എണ്ണമാണ് അല്ലെങ്കിൽ എത്ര ഇതാണ്, എത്ര എണ്ണമാണ് എമർജൻസി മെഡിസിനിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ അവൈലബിൾ അല്ലാത്തത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത്, ഹോസ്പിറ്റൽ ഫോർമുലറിയില് എമർജൻസി മെഡിസിൻസിന്റെ ടോട്ടൽ നമ്പർ എത്രയാണ്, ആ ലിസ്റ്റ് പ്രകാരമുള്ള എമർജൻസി മെഡിസിന്റെ ടോട്ടൽ നമ്പർ എത്രയാണ്, ഇതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? ഓക്കെ ആണോ? സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിസിൻസ്. ഓക്കെ, ഡൗട്ട് വരുന്നുണ്ടോ? അങ്ങനെ ഫോർമുല പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകരുത് കേട്ടോ. എനിക്ക് തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണം. കുറെ പഠിച്ചു വരുമ്പോ ഡൗട്ട് വരരുത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറഞ്ഞു തരാം. എന്നിരുന്നാൽ കൂടിയും മിസ് പറയാത്തത് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത് വിട്ടു പോകരുത് കേട്ടോ. എല്ലാവരും വായിച്ചു വെക്കണം. ഏതാ ക്വസ്റ്റ്യൻ വരാന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് മിസ് കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള ഫോർമുലാസ് നോക്കി പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും എടുത്തത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? പറഞ്ഞത് വല്ല മനസ്സിലായിക്കേ അങ്ങനെ വല്ലതുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നാളെ എടുക്കാം. നാളെ വരുമ്പോ ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.